നിങ്ങൾക്ക് ഓൾറെഡി തമ്പനയിൽ കണ്ടപ്പോൾ പിടിയിട്ടുണ്ടാവില്ല. വേറെ ഒന്നുമല്ല, നല്ല അടിപൊളി ചിക്കൻ വരട്ടിയതെന്ന് പെരട്ടിയതെന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാം. പ്രധാനമായിട്ട് നമുക്ക് 3 ചേരുവകളാണ് ഇതിലേക്ക് വേണ്ടത്. അത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തക്കാളി, പിന്നെ അതുപോലെ മഞ്ഞൾ, ഇതൊന്നും നമുക്ക് വേണ്ട. പിന്നെ മഞ്ഞൾപ്പൊടി വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൻ മാത്രം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും വേണ്ട, നിങ്ങൾക്ക് അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കണ്ട കേട്ടോ, ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തയ്യാറാക്കുക. പിന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് എത്രയും ചെറുതാക്കാൻ പറ്റണോ അത്രയും ചെറുതാക്കിയിട്ട് ചിക്കൻ മുറിക്കുക. അപ്പോൾ ഉള്ളിലേക്കൊക്കെ ശരിക്കും എരിവ് ചെല്ലും. പിന്നെ ഞാൻ 4 ടേബിൾ സ്പൂണോളം കുത്തിപ്പൊടിച്ച മുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല സ്പൈസി ചെയ്ത്, അപ്പോൾ അത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. പക്ഷെ ഇത്തിരി സ്പൈസി ആയിട്ട് കഴിക്കാനാണ് നല്ല ചൊടിയാണ് കേട്ടോ. അങ്ങനെ പൊറുക്കി കടലമണിയൊക്കെ പൊറുക്കി തിന്നണ പോലെ ഇങ്ങനെ പൊറുക്കി തിന്നാൻ നല്ല ടേസ്റ്റ് ആണ്. ഇത് കഴിച്ചുകൊണ്ടേ ഇരിക്കും, നല്ല ചൊടിയാണ് കഴിക്കാനും. പിന്നെ ഇതെന്റെ നാത്തൂന്, അതായത് എനിക്ക് സ്വന്തമായിട്ട് നാത്തൂനില്ല, അമ്മച്ചിക്ക്, നമ്മുടെ അമ്മച്ചിക്ക് കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ മൂത്ത ചേച്ചിയുടെ ചേട്ടന്റെ വൈഫ്, ആളുടെ മമ്മിയുടെ റെസിപ്പിയാണ് ഇട്ടത്. അപ്പൊ നാത്തും പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ നാത്തും പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നല്ല മൂക്കണം നമ്മൾ ഇതിൽ ചേർക്കണേ മുളക്, കുത്തിപ്പൊടിച്ച മുളക്. എന്നാലാണ് ചിക്കൻ നല്ല കറുത്ത് നല്ല കളറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്തിരിക്കും. അത് ശരിയാണ് കേട്ടോ, അത് ശ്രദ്ധിച്ചോളാം. നിങ്ങൾ നല്ല മുരിയാനായിട്ട് ശ്രദ്ധിച്ചോളൂ ആ മുളക്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളാം, വേറെ ഒന്നുമല്ല. നമുക്ക് ഈ കുത്തിപ്പൊടിച്ച മുളക് ചിലത് കിട്ടുമ്പോൾ ഈ കനം കുറഞ്ഞ തോട് പോലത്തെ ഇങ്ങനെ മൃഷ പിടിക്കാത്ത പോലെ കിടക്കും അത് കറിയിലേക്ക് ചേർക്കുമ്പോൾ. അപ്പൊ കൊഴുപ്പില്ലാത്ത ആ പൊടി, എന്താ പറയുക, കുത്തിപ്പൊടിച്ച മുളകാണെങ്കിൽ നിങ്ങൾ തരി മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്നി ചെതറി കിടക്കും അവിടെ ഇവിടെ. കൊഴുപ്പുണ്ടാവില്ല നമ്മുടെ ആ മുളക് വഴറ്റി വരുന്ന നേരത്ത്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ റെസിപ്പി എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. ഞാൻ നിർബന്ധിക്കണില്ല. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കറിയായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്തോളൂ. ഒന്നല്ല, 2 പ്രാവശ്യം ഷെയർ ചെയ്തോളൂ. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് ഇത് തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് റെസിപ്പി അതിനെ തയ്യാറാക്കാൻ നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും, കണ്ടു നോക്കി നോക്ക്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാട്ടോ. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട്, അത് പിച്ചി പറിച്ചിട്ട് കൊടുക്കാം. വേപ്പില ഈ ചൂടായ എണ്ണയിലൊന്ന് കിടക്കണം. അപ്പോഴാണ് ആ മണം വെളിച്ചെണ്ണയിൽ കറക്റ്റ് ആയിട്ട് ഇറങ്ങുള്ളൂ വേപ്പിലയുടെ. അതിനുശേഷം ദേ ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഇട്ടിട്ട് അടിക്കരുതിട്ട് നിങ്ങൾ, അപ്പൊ ആകെ ഇതായി പോകുന്നത്. ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇവിടെ ഇടിക്കല്ലും ഇട്ടിട്ട് 1 കപ്പ് ഉണ്ട് ഇത് ചതച്ചത്. എണ്ണം പറയാനാണെങ്കിൽ ഒരു 10 എണ്ണം, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തിരിച്ച് വലിപ്പമുള്ള ചുവന്നുള്ളി എടുത്തത്. അപ്പൊ 1 കപ്പ് ചതച്ച ചുവന്നുള്ളി, വേണമെങ്കിൽ ഇത്തിരി കൂടിയും കുറവ് ചുവന്നുള്ളി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഒരു 1/2 കപ്പൊക്കെ ആയാലും നല്ല തന്നെയാണ്. പക്ഷെ കൂടുതൽ ചേർക്കും തോറും നല്ല ടേസ്റ്റ് ആയി ചിക്കന്. അപ്പോൾ എത്രയും ചുവന്നുള്ളി ചേർക്കാൻ പറ്റണോ അത്രയും നല്ലതാണ്. പിന്നെ രാത്രി നിങ്ങൾ ഈ ചുവന്നുള്ളി വെള്ളത്തിൽ ഇട്ടിട്ട് നേരം എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് തിരുമ്മിയാൽ മതി. അപ്പൊ ആ ചുവന്നുള്ളിന്റെ തൊലി എല്ലാം പോയി കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിലോട്ട് ഞാൻ കുത്തിപ്പൊടിച്ച മുളക് എന്ന് പറയും, ചില്ലി ഫ്ലേക്സ്. അതായത് നമ്മുടെ വലിയ വറ്റൽ മുളകിനെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് 2 പ്രാവശ്യം ഒരു കിറുക്കിറാക്കിയാൽ മതി. കിറുക്കിർ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലേ. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂണിന്റെ അടുത്തേക്ക് ഞാൻ ഈ കുത്തിപ്പൊടിച്ച മുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കല്ലേ വേണ്ട, വെളിച്ചെണ്ണയിൽ മൊരിഞ്ഞു വരണം ഈ മുളക് കേട്ടോ. നമ്മുടെ ഉള്ളി മുളകൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വഴറ്റിയിട്ടുള്ള നമ്മുടെ ആ മസാല ഉണ്ടല്ലോ കുഴഞ്ഞിട്ടുള്ളത്, അതെല്ലാം നമുക്ക് ആവശ്യമായിട്ട് അത് ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇളക്കണ നേരത്ത് കിലികില് സൗണ്ട് വരും, ഒരു ചെറിയൊരു കിലികില് സൗണ്ട് വരും. അതെ, ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. നല്ല മൂത്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ കളറ് ഒരു ഇത്തിരി വിദ്രുമ്പിച്ച പോലെ ഇരിക്കും. നല്ല കറുത്ത് നല്ല മുരിഞ്ഞ കളർ വരണമെങ്കിൽ ഇത് നല്ല മൂപ്പിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാട്ടോ. കണ്ട കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാലടക്കം വെട്ടി മുറിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ 65-നൊക്കെ എടുക്കില്ലേ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞതായിട്ട് അങ്ങനെ എടുത്താലാട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വലിയ പീസ് ആവരുത്, ഇതുപോലെ ചെറുതായിക്കോളൂ. 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ഒന്ന് ചേർത്ത് ഇളക്കുക കേട്ടോ. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ഇത്ര മാത്രമേ വേണ്ടൂ. ഇനി ഇതിലൊന്നും ചേർക്കാനില്ല. നമുക്ക് ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം, അത്ര മാത്രമേ ഉള്ളൂ. മൺപാത്രം ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളോ, ചിലപ്പോൾ അടുക്കി പിടിക്കും, ഒന്ന് ശ്രദ്ധിക്കണം. വേറെ പാത്രങ്ങളാണെങ്കിൽ അത്ര പേടിക്കണ്ട. അപ്പം ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് അടിക്കൊന്നും പിടിച്ചിട്ടില്ല.
ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ. നമുക്ക് ഇനി ഇതൊരു 5-10 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെക്കാം കേട്ടോ. എന്താന്ന് വെച്ചാൽ ആ ചിക്കൻ്റെ വേവ് ആവാനുള്ള സമയം, അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്ന് വെച്ച് മൊരിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് കൂടി മൂടിക്കാം. ചിക്കനിന്ന് വെള്ളം ഇറങ്ങിയേക്കണം നോക്കിയാൽ എന്തോരം വെള്ളം നോക്കിയേ. ഇതുപോലെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി അടച്ചു വെക്കണ്ട. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഈ വെള്ളമൊക്കെ വറ്റിച്ച് ഇതിന്റെ കളറ് മാറ്റി എടുക്കണം. നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കിക്കോളൂ കേട്ടോ ഈ നേരത്ത്. അപ്പോഴാണ് ആ വെള്ളം വറ്റിനോട് കൂടിയിട്ട് ആ ചിക്കനിലേക്ക് ശരിക്കും പിടിക്കുള്ളൂ. അപ്പൊ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക. കണ്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ആയിട്ടില്ല കേട്ടോ, ഒരു കുറച്ചേരം കൂടി നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ മൊരിച്ചെടുക്കണം. നല്ല കറുപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല മൊരിഞ്ഞിട്ട്. ഈ ലൈറ്റ് കാരണം ഇവിടെ ഇങ്ങനെ അത്ര ഒരു വെള്ള കളർ ഉണ്ട് ഇടയിൽ കൂടെ, പക്ഷെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നും നോക്കണ്ടേ, ഞാൻ കുഞ്ഞൊരു പീസ് എടുത്തിട്ട് ഞാൻ ടേസ്റ്റ് വെക്കാം. നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാ. ഉള്ളിലേക്ക് നല്ല ഒരു പിടിച്ചിട്ടുണ്ട്. അടുത്തൊരു പീസ് എടുക്കുക, വയലിടുക. അടിപൊളി. ഒരു പീസ് കൂടി കഴിച്ചോട്ടെ കേട്ടോ. ഇതിൽ നമുക്ക് തക്കാളിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ഒന്നും വേണ്ട. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഒന്നും വേണ്ട, അത്ര മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കഴിച്ചു നോക്കാം ആദ്യം. എന്നിട്ട് നിങ്ങൾക്ക് ഗരം മസാല വേണം തോന്നുകയാണെങ്കിൽ തരി ഇട്ട് കൊടുക്കാം. ഞാൻ ഇടാറില്ല, ഇതിൽ ഇടണ്ടെന്നാണ് നാത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഗരം മസാല ഇടാറില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുക്കാറ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഒരു ഈസ്റ്റർ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമല്ലേ. അപ്പൊ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. ഉള്ളി ആ മുളകും ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വഴഞ്ഞു പോയിട്ട് വഴണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് മതി, ഇത്രയും മതി. ഇനി നമുക്കിത് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാനാണ്. നല്ല ചൂട്ടിയാണ് കേട്ടോ, അതിനെ പെറുക്കി പെറുക്കി തിന്നായി കടലമണി പെറുക്കി തിന്നണ പോലെ നല്ല ടേസ്റ്റ് ആണ്. ഒരു പ്രത്യേക ചൂടിയാണ് കഴിക്കാൻ തന്നെ. പിന്നെ ഇതാരും ഇപ്പൊ വിളിക്കണേ. ഞാനത് തയ്യാറാക്കി എടുക്കാട്ടെ ഈ ചിക്കൻ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇതേ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്.